എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ പ്രഹ്ലാദനെ പോലെ ഒരു കുട്ടി ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നുണ്ടോ? പോട്ടെ, നിങ്ങളുടെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി എനിക്കുണ്ടാകാൻ പോകുന്ന പേരക്കുട്ടികൾക്കെങ്കിലും പ്രഹ്ലാദനെ പോലെ ഒരു കുട്ടി ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? പോട്ടെ, നിങ്ങളുടെ മനസ്സ് ഇരുമ്പ് കാന്തത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുമായി ഭഗവാന്റെ അടുക്കിലേക്ക് പോകുന്നുണ്ടോ? അങ്ങനെ പോണ്ടേ? ഈശ്വരനല്ലാതെ ഇവിടെ എന്താണല്ലേ? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ജലാശയത്തിൽ കുമിളകൾ എന്ന പോലെയാണല്ലോ ഈ കാണുന്നത് മുഴുവനും. അപ്പോൾ എല്ലാറ്റിനും ആശ്രയമായിരിക്കുന്ന ഈശ്വരൻ ആവണ്ടേ നമ്മുടെ ആശ്രയം? ഞാനിവിടെ വരുന്നവരോട് ഭംഗിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ വിശ്വകോശത്തിൽ കോടാനുകോടി ഗോളങ്ങളുണ്ട്. അതിൽപ്പെട്ട ചെറിയ ഒന്നാണ് നമ്മുടെ ഭൂമി. അത് തൻ്റെ അച്ചുതണ്ടിൽ കിടന്നിങ്ങനെ ചുറ്റിത്തിരിയണു, സൂര്യനെ പ്രദക്ഷിണവും വയ്ക്കുന്നുണ്ട്. ഈ ഭൂമി എന്ന് പറയുന്ന ഗോളത്തെ പിടിച്ച് തിരിക്കുന്ന ശക്തി എന്താണെന്ന് നിങ്ങൾ പറയൂ. അതിൻ്റെ 4 ഭാഗത്തുമുള്ളത് കാറ്റാണ്. ആ കാറ്റിൽ അത് വീണ് പോകണമൊന്നുമില്ല, അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ വെറുതെ നിൽക്കുകയാണോ? അല്ല, അത് ചലിച്ചുകൊണ്ടിരിക്കുക, ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ ആകാശകോശത്തിൽ എന്തെല്ലാം ഉണ്ടോ ഒക്കെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുക ഭ്രമണപഥത്തിൽ. അവർ 2 പേരും പെട്ടെന്ന് കൂട്ടിയിടിക്കണമൊന്നുമില്ല. അപ്പോൾ ഈ ഭൂമിയെ ഇങ്ങനെ ഭ്രമണം ചെയ്യിപ്പിച്ച് പ്രദക്ഷിണം വെപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി, അതിൽ വൃക്ഷങ്ങൾ, ലതാദികൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ പലതുമുണ്ട്. അതുപോലെ മനുഷ്യരാശിയുമുണ്ട്. ആ മനുഷ്യരാശിയിൽപ്പെട്ട ഒരു ഒറ്റയാനാണ് നിങ്ങൾ. ആ ശരീരത്തിന് നിലനിർത്തുന്നത് ഹൃദയത്തിൻ്റെ മിടിപ്പും ശ്വാസകോശത്തിൻ്റെ ചുക്കവും വികാസവുമാണ്. ചുങ്ങി വികാസങ്ങളാണ്, ചുങ്ങലും വികാസവും. എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? ആ ഭൂമിയെ പിടിച്ച് തിരിക്കുന്ന ശക്തി ഉണ്ടല്ലോ, ഭ്രമണപഥത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ശക്തി. ആ ഭൗമ ജീവിയായിരിക്കുന്ന നമ്മുടെ ശരീരത്തിനെ നിലനിർത്താൻ ഹൃദയത്തെ മിടിപ്പിക്കുന്നതും ശ്വാസകോശത്തെ ചുക്കി വികസിപ്പിക്കുന്നതുമായ ആ ശക്തിയും ഇത് രണ്ടും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. ഭൂമി എങ്ങനെ തിരിയണോ അതുപോലെ തന്നെയാണ് ഹാർട്ടും അടിക്കുന്നത്. ഹാർട്ട് അടിക്കുമ്പോഴാണ് നമ്മളുള്ളത്. ഹാർട്ട് അടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. ഹാർട്ട് അടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുളിക്കുന്നത്. ഹാർട്ട് അടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നാരായണ കൃഷ്ണ ഗോവിന്ദ എന്ന് പറയണത്. പറഞ്ഞതുകൊണ്ടല്ല അടിക്കുന്നത്. അപ്പം നമ്മുടെ മനുഷ്യനെ വേണ്ടതുപോലെ മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്കറിയില്ലേ, നാം ഈശ്വരനോട് സദാ ബന്ധപ്പെട്ട് കഴിയുന്നവനാണെന്ന്. ഓൾറെഡി ഐ ആം കണക്റ്റഡ് ടു ദ സുപ്രീം ഡിവിനിറ്റി ബൈ വെർച്യൂ ഓഫ് ദ ഗ്ലോറി ഓഫ് മൈ ഹ്യൂമൻ ബർത്ത്. ആ മനുഷ്യജന്മം എന്ന വിശേഷപ്പെട്ട ഒരു നേട്ടം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈശ്വരനുമായി ബന്ധപ്പെട്ടവനാണ്. ഇതറിയാതെയാണ് ഓരോരുത്തരും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇവിടെ.